നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എന്താണ് VFA ഗോൾഡ് എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മൾ എന്ത് പഠിക്കുന്നു? നമ്മൾ ഓരോ ദിവസവും 10 ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു. 10 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് വെച്ചിട്ട് ഇനി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മോക്ക് ടെസ്റ്റും. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഫുൾ സെറ്റായിട്ട്, അതും ഒരു ദിവസം നമ്മൾ 10 ക്വസ്റ്റ്യൻസേ പഠിക്കുന്നുള്ളൂ. പക്ഷേ ആ 10 ക്വസ്റ്റ്യൻ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആ ഒരു പ്ലാനിലാണല്ലോ നമ്മൾ ഈ VFA ഗോൾഡ് ചെയ്യുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ എല്ലാം ക്ലാസ്സും എങ്ങനെയായിരിക്കും പോവുക? ആദ്യം സ്പാർക്ക് ടെസ്റ്റ് ആയിരിക്കും, പിന്നെ കൺസെപ്റ്റ് ബൂസ്റ്റർ, പിന്നെ ലോക്ക് ആൻഡ് ലോഡ് ടെസ്റ്റ്. എന്താണ് സ്പാർക്ക് ടെസ്റ്റ്? നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് അല്ലേ, 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യും അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കും, നിങ്ങൾക്ക് എത്ര ശരിയായി എത്ര തെറ്റായി നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്ക് നിങ്ങൾ എഴുതി വെക്കുന്നു. ഇതാണ് സ്പാർക്ക് ടെസ്റ്റിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിപ്പിക്കുന്ന ഏരിയയാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്, കൺസെപ്റ്റ് ബൂസ്റ്ററും. അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോക്ക് ആൻഡ് ലോഡ് ടെസ്റ്റും. അതോടെ നമ്മുടെ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് പഠിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10 പഠിച്ചു, ഈ ക്ലാസ്സിൽ 10. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിലേറ്റഡായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ ലെസൺ പ്ലാന്. ഓക്കെ, ആദ്യം നമുക്ക് സ്പാർക്ക് ടെസ്റ്റ് ആണ്. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് കാണിക്കും. അതിൻ്റെ ആൻസർ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു പോകും. കുറച്ച് സ്പീഡായിരിക്കും, അതുകൊണ്ടൊന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. ശരി അല്ലാത്തത് കണ്ടെത്തുക. കുറ്റ്യാടി കോഴിക്കോടുണ്ട്, ശബരിഗിരി പത്തനംതിട്ട ഉണ്ട്, ഷോളയാറ് തൃശ്ശൂർ, കല്ലട കൊല്ലം. ഏതാണ് ശരി അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഇത് ആക്ച്വലി നമ്മളെ PSC പറ്റിച്ചതാണ്. ഇത് എല്ലാം ശരിയാണ്, അതുകൊണ്ട് അന്ന് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയി പോയൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് നമ്മൾ പറ്റിച്ചതാണ്. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അടുത്തത്: സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഓപ്ഷൻ ബി, കൊൽക്കത്തയിലാണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് ചോദിച്ചത്. അതിൽ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക, അതുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. അപ്പോൾ ഒന്നില്ല. അപ്പോൾ ഒന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ നമുക്ക് ലോജിക്ക് വെച്ചിട്ട് ഇവിടെ കണ്ടെത്താം. ഒന്ന് വരാത്ത ഓപ്ഷൻ അവിടെ D മാത്രമേ ഉള്ളൂ കേട്ടോ. ഓപ്ഷൻ D മാത്രം 2ഉം 3ഉം ആണ്. അപ്പോൾ ഒന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നേരെ Dയിലേക്ക് പോവാം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, അത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ്. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, അതും ആരുടെ ലക്ഷ്യമാണ്? നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അത് ശരിയാണ്. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. ഗാന്ധി വൻകിട വ്യവസായങ്ങൾക്കാണോ പരിഗണന നൽകിയത്? അല്ല. അപ്പോൾ 2 ഇല്ല. അവിടെ 2 ഇല്ലാത്ത ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ C ആണ് വരിക. അടുത്ത പോയിന്റ് എന്താണ്? സ്വയം പര്യാപ്തതയും സ്വാശ്രയമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും, അതും ശരിയാണ്. അങ്ങനെയാകുമ്പോൾ ഓപ്ഷൻ C 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചത്. തെറ്റായത്: ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ്, അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ശരിയാണ്, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് ശരിയാണ്, ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം, അത് തെറ്റല്ലേ? മിച്ചമൂല്യ സിദ്ധാന്തമാണ് ദാദാഭായ് നവറോജി, അത് തെറ്റാണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. അത് അന്നത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ A, പത്മ സുബ്രഹ്മണ്യ ആണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് നോക്കണം? ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ്, പത്മ അവാർഡ്സുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ നമുക്ക് ആ ഒരു ഏരിയ സെറ്റ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ചുവടെ തന്നിട്ടുള്ളവരിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഉൽപാദക ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണല്ലോ ക്യാപിറ്റലാണ് മൂലധനം. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു, അത് ശരിയാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപാദന നിർമ്മാണത്തിന് ശേഷി വർദ്ധിപ്പിക്കുന്നു, അതും ശരിയാണ്. മൂലധനത്തിൻ്റെ പ്രതിഫലം ലാഭമാണ്, മൂലധനത്തിൻ്റെ പ്രതിഫലം ലാഭമല്ല. അപ്പോൾ അതാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ഇത് നിർമ്മല സീതാറാം ഉണ്ട്, മൊറാർജി ദേശായി ഉണ്ട്, ചരൺ സിംഗ് ഉണ്ട്. നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതികൾ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ധനകാര്യ മന്ത്രിമാരെ പഠിച്ചു പോകുന്നുണ്ട്. അങ്ങനെ SCERTയിൽ
എല്ലാ ക്ലാസ്സുകളിലായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അപ്പോൾ ഇന്നൊരു ചാപ്റ്ററിന് നമുക്കത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ആ ഒരു ക്വസ്റ്റ്യനിൽ. അടുത്ത കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെ ആണ്. അത് കറക്റ്റാണ്. ഇന്ത്യയിലെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണ്. അത് കറക്റ്റാണ്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നു. യൂണിവേഴ്സൽ ഫൈബർ ചണനാരാണോ? അല്ല, ഗോൾഡൻ ഫൈബർ ആണ് അല്ലേ. അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്താണ്? കോട്ടൺ ആണ്. അപ്പോൾ 1ഉം 2ഉമാണ് അവിടെ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 91-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഞാൻ ഫാസ്റ്റായിട്ടാണ് വായിച്ചു പോയത്. നിങ്ങൾ പോസ് ചെയ്തിട്ട് തന്നെയല്ലേ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ശരിയായി തെറ്റായി ഏതൊക്കെ അറിയാൻ പറ്റില്ല എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ലോക്ക് ആൻഡ് ലോഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, അതിൽ നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും കൂടെ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഈ 2 മാർക്കും എന്ത് ചെയ്യുക, നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ വീഡിയോ ഫുള്ള് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് അങ്ങനെ കമൻ്റ് ഇടുക. നമുക്ക് ടോപ്പിക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നോ? കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ. കുറ്റ്യാടി കോഴിക്കോടാണ്, ഷോളയാർ തൃശ്ശൂരാണ്, ശബരിഗിരി പത്തനംതിട്ടയാണ്, കല്ലട കൊല്ലമാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജലവൈദ്യുത പദ്ധതികളും അതിൻ്റെ ജില്ലകളും പ്രധാന പ്രത്യേകതകളും നോക്കാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? അത് ഇടുക്കിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമും ഏതാണ്? ഇടുക്കിയാണ്. ഇനി ശബരിഗിരി ആണെങ്കിൽ അതെവിടെയാണ്? പത്തനംതിട്ടയിലാണ്. എന്താ പ്രത്യേകത? കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഇത്, ശബരിഗിരി. ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. അടുത്തത് കുറ്റ്യാടി ആണെങ്കിൽ അത് കോഴിക്കോടാണ്. മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. ഷോളയാർ ആണെങ്കിൽ തൃശ്ശൂരാണ്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജലവൈദ്യുത പദ്ധതികൾ ഒന്നാണ് ഏത്? ഷോളയാർ. ഇനി നമ്മൾ ജലസേചന പദ്ധതികൾ. കല്ലട ജലസേചന പദ്ധതിയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ 2ാമത്തെ വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട കേട്ടോ. 2ാമത്തെ വലിയ ജലസേചന പദ്ധതി ചോദിച്ചാൽ കല്ലടയാണ്. ആദ്യത്തേത് ഏതാണ്? മലമ്പുഴ ഉണ്ട് കേട്ടോ. മലമ്പുഴ മറക്കരുത്, അത് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ കല്ലട ജലവൈദ്യുത പദ്ധതി എന്താണ്? കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. ബാണാസുര സാഗർ ഡാമോ? ബാണാസുര സാഗർ ഡാം ഏത് ജില്ലയിലാണ്? അത് വയനാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് ഏർത്ത് ഡാമാണ് ഏത്? ബാണാസുര സാഗർ അണക്കെട്ട്. അത് വയനാടാണെന്ന് ആലോചിച്ച് വെക്കുക. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയോ? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. 1940 വന്നിട്ടുള്ളത്. അടുത്തത് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ പദ്ധതിക്ക് ശേഷം നിലയിൽ വന്ന 2ാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെങ്കുളമാണ്. ഏതാണ്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ്. അത് കുറച്ച് ക്ലിയർ കുറഞ്ഞു പോയി, അതൊരു ടെക്സ്റ്റിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അടുത്തത് സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ്ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്തയിലാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളെ പേര് മാറ്റിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളും ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. അത് ഗണതന്ത്ര മണ്ഡപ് എന്നാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ അശോക ഹാളിൻ്റെ പേരെന്താണ്? അശോക മണ്ഡപ്. രാഷ്ട്രപതി ഭവനിലെ അശോക മണ്ഡപ് എന്നും രാജ്ഭവൻ അതായത് രാജ്നിവാസ് ഗവർണറുടെ ഔദ്യോഗിക വിലാസം ലോക് ഭവൻ അല്ലെങ്കിൽ ലോക് നിവാസ് എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർട്ട് വില്യം കൊൽക്കത്തയുടെ പേര് വിജയ്ദുർഗ് എന്നാക്കിയിട്ടുണ്ട്. രാജ്പഥ് ഡൽഹിയിലെ രാജ്പഥിൻ്റെ പേര് കർത്തവ്യപഥ് എന്നാക്കിയിട്ടുണ്ട്. എന്താണ്? കർത്തവ്യപഥ്. രാജ്പഥ് മാറ്റിയിട്ട് കർത്തവ്യപഥ് ആക്കിയിട്ടുണ്ട്. മുഗൾ ഗാർഡിൻ്റെ പേര് അമൃത് ഉദ്യാൻ എന്നാക്കിയിട്ടുണ്ട്. മുഗൾ ഗാർഡിൻ്റെ പേര് എന്താണ്? അമൃത് ഉദ്യാൻ എന്നാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വിലാസമായ റേസ് കോഴ്സ് റോഡിൻ്റെ പേര് ലോക് കല്യാൺ മാർഗ് എന്നാക്കിയിട്ടുണ്ട്. എന്താണ്? ലോക് കല്യാൺ മാർഗ് എന്നാക്കിയിട്ടുണ്ട്. റോസ് ഐലൻഡ്സിൻ്റെ പേര് നേതാജി സുഭാഷ് ചന്ദ്ര ദ്വീപ് എന്നാക്കിയിട്ടുണ്ട്. ഹാവ്ലോക്ക് ഐലൻഡിൻ്റെ പേര് സ്വരാജ് ദ്വീപ് എന്നും നീൽ ഐലൻഡിൻ്റെ പേര് ഷാഹിദ് ദ്വീപ് എന്നും അലഹബാദിൻ്റെ പേര് പ്രയാഗ് രാജ് എന്നും ഫൈസാബാദ് ജംഗ്ഷൻ അയോധ്യ ഗാന്ധ് എന്നും ആക്കിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇനിയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ച് വെക്കുക. നിങ്ങൾക്ക് PDF നമ്മൾ ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ ടെലിഗ്രാമിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ എക്സാമിൻ്റെ മുന്നേ ആയിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി തരുന്നതാണ്. അപ്പോൾ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പേരെന്താണ്? ഗണതന്ത്ര മണ്ഡപ്. അശോക് ഹാളിൻ്റെ പേര് അശോക മണ്ഡപ്. രാജ്ഭവൻ്റെ പേര് ലോക് ഭവൻ. ഫോർട്ട് വില്യം വിജയ്ദുർഗ്. രാജ്പഥ് കർത്തവ്യപഥ്. മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാൻ. റേസ് കോഴ്സ് റോഡ് ലോക് കല്യാൺ മാർഗ്. റോസ് ഐലാൻഡ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ദ്വീപ്. ഹാവ്ലോക്ക് ഐലാൻഡ് സ്വരാജ് ദ്വീപ്. നീൽ ഐലാൻഡ് ഷാഹിദ് ദ്വീപ്. അലഹദാബാദ് പ്രയാഗ് രാജ്. ഫൈസാബാദ് ജംഗ്ഷൻ അയോധ്യ ഗാന്ധ്. ഇങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതായിരുന്നു നമ്മളോട് ചോദിച്ചത്. ഉൾപ്പെടാത്തത് ഏതായിരുന്നു? വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. അത് തെറ്റാണ്. അപ്പോൾ ഇത് SCRT ഫാക്റ്റ് ആണ്. SCRTയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. SCRTയിൽ നീതി ആയോഗ് പറഞ്ഞിട്ട് കൊടുത്തൊരു ഫാക്റ്റിന് നമുക്ക് നോക്കുകയാണെങ്കിൽ, നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമാണ്. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അതും കറക്റ്റാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ഘടന എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. അധ്യക്ഷനുണ്ട്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രി. അപ്പോൾ നിലവിലെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും എന്തായിരിക്കും? അംഗങ്ങളായിരിക്കും. അപ്പോൾ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശത്തിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും എന്തിൻ്റെ അംഗങ്ങളായിരിക്കും? നീതി ആയോഗിൻ്റെ അംഗങ്ങളായിരിക്കും. പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ഉപാധ്യക്ഷനും കൂടെ ഉണ്ടാവും. അപ്പോൾ ഉപാധ്യക്ഷൻ ആരാണ് സെലക്ട് ചെയ്യുന്നത്? പ്രധാനമന്ത്രി ആയിരിക്കും. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ടായിരിക്കും. എത്ര പാർട്ട് ടൈം അംഗങ്ങളാണ്? 2 പാർട്ട് ടൈം അംഗങ്ങൾ, 4 അനൗദ്യോഗിക അംഗങ്ങൾ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പാർട്ട് ടൈം അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം. 2 ആണ്. എത്ര അനൗദ്യോഗിക അംഗങ്ങളുണ്ട്? അങ്ങനത്തെ ആ ടേം തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. 4 ആൾക്കാർ. എത്ര ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്? 1 ഉണ്ടാവുള്ളൂ. ഒരു CEO ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരും എന്താണ്? അനൗദ്യോഗിക അംഗങ്ങളാണ്. അപ്പോൾ ഈ അനൗദ്യോഗിക അംഗങ്ങൾ മന്ത്രിമാരായിരിക്കും, പ്രധാനമന്ത്രി ആയിരിക്കും നിശ്ചയിക്കുക. ഓക്കെ, അടുത്തത് ലക്ഷ്യങ്ങളാണ് നീതി ആയോഗിൻ്റെ. ഇതേ ടേംസ് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. SCRTയിലെ അതേ ലൈൻസാണ്, പുതിയ SCRTയിലെ ലൈൻസ് ആട്ടോ. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. സുസ്ഥിര വികസനവും സമഗ്രമായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക. നവീകരണം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ എന്നിവയിലൂടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. ആഗോള വൈവിധ്യവും വിഭവങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര രാജ്യങ്ങളുമായി സഹകരിക്കുക. തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പരിപാടികളും വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ഇത് ഞാൻ എങ്ങനെ വായിച്ചു, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ ഇതെങ്ങനെ കാണുന്നു, അതേ സ്റ്റേറ്റ്മെൻറ്റ്, അതേ ലൈനുകൾ പഠിച്ചാൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ കിട്ടും. ഓക്കെ, SCRT നന്നായി വായിച്ചാൽ മാത്രമേ എക്കണോമിക്സിൽ ഒരു രക്ഷയുള്ളൂ. NCERTനേക്കാളും ബെറ്ററായിട്ട് നീതി ആയോഗ് ആയാലും പ്ലാനിംഗ് കമ്മീഷൻ ആയാലും തന്നത് നമ്മുടെ എന്തിലാണ്? SCRT പാഠപുസ്തകങ്ങളിലാണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കൂ. ചോദ്യങ്ങൾ PSC ലെവൽ, LDC ലെവലിൽ ചോദിക്കാൻ പറ്റിയ രീതി SCRT തന്നെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളിൽ 2 മാത്രമാണ് തെറ്റെന്ന് പറഞ്ഞു അല്ലേ? വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന ഗാന്ധിജി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ 2 മാത്രമാണ് അതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കതിൻ്റെ റിലേറ്റഡ് നോക്കുകയാണെങ്കിൽ SCRT ഫാക്റ്റ് തന്നെ കേട്ടോ ഇതും. ഗാന്ധിജിയും സാമ്പത്തിക ചിന്തകളും പറഞ്ഞിട്ടൊരു പെട്ടിയായിട്ട് തന്നെ SCRTയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിൽ സ്വയം പര്യാപ്തതയും സ്വാശ്രയവും പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് അതുതന്നെയാണ് ഫസ്റ്റ് വരുന്നത്. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ കൊടുത്തത്? വൻകിട വ്യവസായങ്ങളാണ്. അപ്പോൾ വൻകിട വ്യവസായങ്ങളല്ല, ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. സാമൂഹ്യനീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കുക. ഇതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ തത്വങ്ങളിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ്. അമർത്യ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ശരിയാണ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് ശരിയാണ്. മിച്ചമൂല്യ സിദ്ധാന്തം ദാദാഭായ് നവറോജി തെറ്റാണ് അല്ലേ? ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തം എന്താണ്? ചോർച്ചാ സിദ്ധാന്തമാണ്. അപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും, അപ്പം ചാണക്യൻ എന്താണ് ചെയ്തത്? കാര്യക്ഷമമായ നികുതി സമ്പ്രദായമാണ് ചാണക്യൻ വിഭാവനം ചെയ്തത്. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. മിച്ചമൂല്യ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവല്ല ദാദാഭായ് നവറോജി എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് സാമ്പത്തിക ദർശനങ്ങൾ. മഹാത്മാഗാന്ധിൻ്റെ 2 ബുക്കുണ്ട്. അത് ഹിന്ദു സ്വരാജ് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. എന്നാൽ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസും ആരതാണ്?
നമുക്ക് ക്വസ്റ്റ്യൻസ് പൊതുവെ ഹിന്ദു സ്വരാജ് എന്നാണ് വരിക. ഇന്ത്യ ഓഫ് മൈ ഡ്രീംസും ഗാന്ധിജിയുടേത് തന്നെയാണ്. ആ ഒരു ഏരിയയിലാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ പറഞ്ഞിട്ട് ആ ഒരു പെട്ടി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേൾഡ് വൈഡും അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ പഠിക്കാനുണ്ട്. അതിലൊന്ന് നമുക്കറിയാം അമർത്യ സെന്നാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ. എന്ന് ഓർത്ത് വെക്കുക. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ വെൽഫെയർ എക്കണോമിക്സ് അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകളാണ്. അപ്പോൾ വെൽഫെയർ എക്കണോമിക്സ് ആരതാണ്? ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അമർത്യ സെന്നാണ്. 1998 നൊബേൽ പ്രൈസ് കിട്ടുന്നതെന്നൊന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ചാപ്റ്റർ SCRT വായിച്ചാൽ തന്നെ നമുക്ക് VFA കിട്ടുമടാ. കുറേ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് പഠിച്ചു പോയാൽ ശരിക്കും കിട്ടും. ഞാൻ കാര്യമായിട്ട് പറയാം, നമ്മളിപ്പോൾ പഠിക്കുന്ന റിലേറ്റഡ് തന്നെ ഇനി റിപ്പീറ്റ് ആയിട്ട് വരും. അടുത്ത അമർത്യ സെന്നിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യനീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. അത് അദ്ദേഹം പറഞ്ഞതാണ്. എന്തിനൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യനീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്തിന് അനിവാര്യമാണ്? രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. അടുത്തത് സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് ഇതിൽ അമർത്യ സെന്നിൻ്റെ ഇതിൽ കറക്റ്റ് ആയത് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു പരിധി വരെ ഇത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നാലോ നിങ്ങൾ അത് റോങ് ആണെന്ന് എഴുതരുത്. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം. അപ്പം നമ്മൾ ചോദിക്കും മനുഷ്യാവകാശം ഇങ്ങനെ സാമ്പത്തികമായിട്ട് കണക്ട് ചെയ്യും, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ ഇവിടെ അറിയാത്തവരാണ് ഇപ്പോൾ നോട്ട് ചെയ്ത് പോയിക്കോ. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം. അത് കറക്റ്റാണ് കേട്ടോ. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ മനസ്സ് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഇവിടുന്ന് പഠിച്ച് പോയിക്കോളൂ, നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് ഉറപ്പാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അഭിജിത്ത് വിനായക് ബാനർജി. അഭിജിത്ത് വിനായക് ബാനർജി ആരാണ്? ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് അഭിജിത്ത് വിനായക് ബാനർജി. അപ്പോൾ ഇന്ത്യൻ വംശജനായിട്ടുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് 2019 നൊബേൽ പ്രൈസ് കിട്ടി. എന്തിനാണ് കിട്ടിയത്? ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം. അപ്പോൾ 2019 സാമ്പത്തികത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് ഏത് ഇന്ത്യൻ വംശജനായിട്ടുള്ള ആൾക്കാരെന്ന് ചോദിക്കാം. കാരണം ഇത് SCRT ഫാക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് 2019 കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇപ്പോൾ ഇരുന്ന് ചോദിച്ച് വിചാരിക്കുക. അല്ല, SCRTയിലുണ്ട്. അപ്പോൾ എസ്തർ ഡുഫ്ലോയും മൈക്കിൾ ക്രോമറുടെ കൂടിയാണ് ഇദ്ദേഹത്തിന് അഭിജിത്ത് വിനായക് ബാനർജിക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ആദ്യകാല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യകാലത്ത് സാമ്പത്തിക ശാസ്ത്രം എങ്ങനെയാണ് അറിയപ്പെട്ടത്? സമ്പത്തിൻ്റെ ശാസ്ത്രം എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ സമ്പത്തിൻ്റെ ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെട്ടിരുന്നത് ആദം സ്മിത്ത് ആണ്. അപ്പോൾ ആദം സ്മിത്ത് ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആദം സ്മിത്ത് ആണ്. ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമായി സാമ്പത്തിക ശാസ്ത്രത്തെ രൂപപ്പെടുത്തി. അപ്പോൾ ആൽഫ്രഡ് മാർഷൽ എങ്ങനെയാണ് പറഞ്ഞത്? എന്താ പറയുക, ക്ഷേമമാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ക്ഷേമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് എന്ത്? സാമ്പത്തിക ശാസ്ത്രം എന്ന്. ആ ഒരു രീതിയിലെ കാഴ്ചപ്പാടായിരുന്നു ആൽഫ്രഡ് മാർഷലിനുള്ളത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെല്ലാം പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ശാഖയായി സാമ്പത്തിക ശാസ്ത്രത്തെ ലയണൽ റോബിൻസൺ വിഭാവനം ചെയ്തു. അപ്പോൾ ലയണൽ റോബിൻസൺസ് എന്താ പറയുന്നത്? മനുഷ്യൻ്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ലയണൽ റോബിൻസൺ എക്കണോമിക്സിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദം സ്മിത്ത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ലയണൽ റോബിൻസൺ. ഇവരുമായിട്ടുള്ള ഈ 3 പേഴ്സണാലിറ്റീസ് നമ്മൾ അവിടെ ഓർത്ത് വെക്കണം. തുടക്കത്തിൽ തന്നെ അതാണ് പറഞ്ഞു പോകുന്നത്. അടുത്തത് ഡേവിഡ് റിക്കാർഡോ. ആരാണ് ഡേവിഡ് റിക്കാർഡോ? ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡേവിഡ് റിക്കാർഡോ. 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലേക്കും ക്ഷേമം വർദ്ധിപ്പിക്കാം. അല്ലേ, നമ്മൾ 2 രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? 2 പേർക്കും അത് ഗുണമാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ഡേവിഡ് റിക്കാർഡോയ്ക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പാട്ട സിദ്ധാന്തം. ഏതാണ് പാട്ട സിദ്ധാന്തം? ആരതാണ്? ഡേവിഡ് റിക്കാർഡോതാണ്. അടുത്തത് ജർമ്മൻ ശാസ്ത്രജ്ഞനും തത്വചിന്തകനായിരുന്നു ആര്? കാൾ മാർക്സ് ആണ് എന്തിൻ്റെ? നമ്മുടെ ദാദാഭായ് നവറോജി അവിടെ തെറ്റിച്ച് തന്നില്ലേ ക്വസ്റ്റ്യനിൽ? മിച്ചമൂല്യ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആരാണ് ചോദിച്ചാൽ അത് കാൾ മാർക്സ് ആണ്.
മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണ് അല്ലേ? ശരിയാണ്, തൊഴിലാളികളുടെ അധ്വാനം തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് തൊഴിലാളികൾക്ക് നൽകി ഭാഗവും, അതായത് ഭാഗവും ആരാണ്? മുതലാളിമാർ എടുക്കുന്നു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടൊക്കെയാണ് കാൾ മാർക്സിൻ്റെ ആ സിദ്ധാന്തത്തിൽ മിച്ചമായിട്ടുള്ളത് മാത്രമാണ് ആർക്ക് കൊടുക്കുന്നത്? തൊഴിലാളികൾക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അടുത്തത് ജെയിംസ് കെയ്ൻസ് ആരാണ്? സാമ്പത്തിക മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അനിവാര്യമാണെന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പരിഹരിക്കാൻ ആർക്ക് പറ്റും? ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ സാമ്പത്തിക മേഖലയിൽ വേണമെന്നും അഭിപ്രായപ്പെട്ടത് ജെയിംസ് കെയ്ൻസ് ആണ്. അടുത്ത ജെ.എ. ഷൂംപീറ്റർ ആണ്. ആരാണ് ജെ.എ. ഷൂംപീറ്റർ? സൃഷ്ടിപരമായ നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്നതിൻ്റെ ഉപജ്ഞാതാവാണ് ജെ.എ. ഷൂംപീറ്റർ. ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് AI വെക്കാം. അതായത് വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളെയും വളർച്ചയും സൃഷ്ടിക്കുന്നു അല്ലേ? നമ്മൾ ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പായി കഴിഞ്ഞപ്പോഴാണ് AI ഒക്കെ വന്നത്. എന്നാൽ നിലവിലുള്ള വ്യവസായങ്ങളെയും സാങ്കേതിക വിദ്യകളെയും നൂതന കണ്ടുപിടുത്തങ്ങൾ തടസ്സപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ? ഈ AI വരാൻ കാരണം എന്താണ്? പുത്തൻ കണ്ടുപിടുത്തങ്ങളൊക്കെയാണ്. പക്ഷേ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തകർക്കാൻ ശേഷിയുണ്ട്. അപ്പോൾ എന്താണ് ജെയിംസ് ഷൂംപീറ്റർ എന്താ പറഞ്ഞത്? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, അതായത് ഒരു ക്രിയേറ്റീവായൊരു കാര്യം നടക്കുമ്പോൾ അവിടെ ഒരു കാര്യം എന്തായി പോകുന്നുണ്ട്? ഡിസ്ട്രക്റ്റ് ആയി പോകുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അത് കണക്റ്റ് അല്ലേ? അത്രയാണ് ആ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ പറ്റി പറയുന്നത്. പിന്നെ താഴെ തന്നിട്ടുള്ളവരിൽ പത്മവിഭൂഷൺ ലഭിച്ചത് അത് 2024 കാര്യമാണ്. നമുക്കിപ്പം തൽക്കാലം എന്തായാലും 2025 കാര്യം അറിഞ്ഞാൽ മതി. നമുക്കറിയാം പത്മവിഭൂഷൺ 3 മലയാളീസിനാണ് കിട്ടിയത്. VS അച്യുതാനന്ദന് പൊതുപ്രവർത്തനത്തിന് കിട്ടി, മരണാന്തരമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒഴിവാക്കി നിരസിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റിസ് KT തോമസിന് പൊതുഭരണം നിയമം ആ ഒരു വിഷയത്തിലാണ് കിട്ടിയിട്ടുള്ളത്. പി നാരായണൻ സാഹിത്യമാണ്. പത്മവിഭൂഷൺ, ഇങ്ങനെ 3 പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത്. പത്മഭൂഷൺ ആർക്കാണ്? 2 പേർക്കാണ്, മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ്. മമ്മൂട്ടിക്ക് കലാസിനിമയിലും വെള്ളാപ്പള്ളി നടേശന് സാമൂഹ്യ പ്രവർത്തനത്തിലാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത്. പത്മശ്രീ 3 പേർക്കാണ്, കൊല്ലക്കൽ ദേവകിയമ്മ സാമൂഹിക പ്രവർത്തനം കൃഷി, കലാമണ്ഡലം വിമല മേനോൻ കലാമോഹിനിയാട്ടം, ഡോക്ടർ AE മുത്തുനായകം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഇങ്ങനെ ടോട്ടൽ 8 പേർക്കാണ് മലയാളത്തിൽ നിന്നും മലയാളീസിന് 2025 പത്മ അവാർഡ്സ് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ള ഉൽപ്പാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ്. മൂലധനം മറ്റെല്ലാ ഉൽപ്പാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. കറക്റ്റാണ്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പാദന നിർമ്മാണത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നു. ശരിയാണ്. മൂലധനത്തിൻ്റെ പ്രതിഫലം ലാഭമാണ്. മൂലധനത്തിൻ്റെ പ്രതിഫലം ലാഭമാണോ? അല്ല, ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഇൻട്രസ്റ്റ് ആണ് പ്രതിഫലം. അപ്പോൾ ഉൽപ്പാദനവും ഉൽപ്പാദക ഘടകങ്ങളും 4 ഉൽപ്പാദന ഘടകങ്ങളാണ് ഉള്ളത്. ഞാനിത് എൻ്റെ ടേംസിൽ പറഞ്ഞു പോവാണ്. ടെക്സ്റ്റിലുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം അല്ലേ? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഈ 4 എണ്ണം ഉണ്ടെങ്കിലാണ് ഈ 4 എണ്ണത്തിനാണ് നമ്മൾ എന്ത് പറയാം? ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയാം. ഏതൊക്കെയാണ്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ഭൂമി, ലാൻഡ്. ലാൻഡിൻ്റെ പ്രത്യേകത എന്താ? ജലം ആയാലും വായു ആയാലും സൂര്യപ്രകാശമായാലും മണ്ണായാലും ഖനനം ചെയ്ത് ധാതുക്കൾ തുടങ്ങിയവയൊക്കെ എന്താണ്? ഉൽപ്പാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിൽ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ? ഇവിടേക്കുള്ള പ്രകൃതി വിഭവങ്ങളാണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലാൻഡ്, ലേബർ അല്ലേ? തൊഴിൽ. തൊഴിൽ എന്ന് വെച്ചാൽ എന്താണ്? ഏത് ഉൽപ്പാദന പ്രക്രിയയിലും അത്യാവശ്യമാണ്. തൊഴിലാളികളുടെ അധ്വാന ശേഷിയുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുക? നമ്മൾ തൊഴിലാളികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉൽപ്പാദന പ്രക്രിയയിലെ പ്രധാന 4 ഘടകങ്ങളിൽ ഒന്ന് തൊഴിലാളികളാണ്. മൂലധനം എന്താണ്? ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയാണ് നമ്മൾ മൂലധനം എന്ന് പറയാം. സമ്പത്തിനെയും വിഭവങ്ങളെയും നമ്മൾ അവിടെ പറയുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, അസംസ്കൃത റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ അല്ലേ? അതൊക്കെ എന്താണ്? മൂലധനമായിട്ടാണ് വരുന്നത്. അത് സാമ്പത്തിക മൂലധനം ഉണ്ട്, അതായത് പണം, നിക്ഷേപം, അതെന്താണ്? സാമ്പത്തിക മൂലധനമാണ്. മനുഷ്യ മൂലധനം ഉണ്ട് അല്ലേ? മനുഷ്യൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ട്. മനുഷ്യൻ്റെ കഴിവും ജ്ഞാനം, അതാണ് ഹ്യൂമൻ ക്യാപിറ്റലാണ്. ഭൗതിക മൂലധനം, ഫിസിക്കൽ ക്യാപിറ്റൽ ഉണ്ട്, അതായത് യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. പ്രകൃതി മൂലധനം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ക്യാപിറ്റലാണ്.
പിന്നെ സംഘാടനം എന്ന് വെച്ചാൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇത് സംഘടിക്കണം അല്ലേ, അല്ലാണ്ട് ഇതൊക്കെ ആയിട്ട് ഇതൊന്ന് ഓർഗനൈസ് ചെയ്യാൻ ഒരാൾ വേണം. അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആവശ്യമായ മൂലധനം സമാഹരിക്കുക, അതുപോലെ തന്നെ ഇത് എങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതാണ് സംഘാടനം. ഇനി നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ, പ്രതിഫലം. ഭൂമിക്ക് എന്താണ്, നമുക്ക് എന്ത് കിട്ടും, പാട്ടം കിട്ടും അല്ലേ. തൊഴിലാണെങ്കിൽ കൂലി കിട്ടും, മൂലധനമാണെങ്കിൽ പലിശ കിട്ടും, സംഘാടനമാണെങ്കിൽ ലാഭം കിട്ടും. അപ്പോൾ മൂലധനത്തിൻ്റെത് പലിശയാണ്, അവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ലാഭം എന്നായിരുന്നു അല്ലേ തന്നത്, സംഘാടനത്തിനാണ് ലാഭം വരിക. അടുത്ത ചുവടെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരാണ്? നിർമ്മല സീതാറാം ഉണ്ട്, ചരൺ സിംഗ് ഉണ്ട്, മൊറാർജി ദേശായി ഉണ്ട്, എല്ലാവരും ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധനകാര്യമന്ത്രിമാരെ നോക്കാം. RK ഷൺമുഖം ഷെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. മൊറാർജി ദേശായിയാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, 10 തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. ചരൺ സിംഗ് ആണെങ്കിലോ ബഡ്ജറ്റുകൾ ഗ്രാമീണ ഇന്ത്യക്കും കാർഷിക മേഖലയ്ക്കും മുൻഗണന നൽകി അവതരിപ്പിച്ച നേതാവാണ് ചരൺ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് 1991 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം LPG റിഫോംസ് നടപ്പിലാക്കിയ സമയത്ത് ധനകാര്യമന്ത്രിയാണ്. നിർമ്മല സീതാറാമിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനകാര്യമന്ത്രിയുമാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, തുടർച്ചയായിട്ടാണെങ്കിൽ അത് നിർമ്മല സീതാറാമാണ് കേട്ടോ, അത് മറന്നു പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടോണോപോളിസ് എന്ന് വിശേഷണപ്പെടുന്ന നഗരമാണ് മുംബൈ. ശരിയാണ്. ഇന്ത്യയിലെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു. ഇല്ല, ഗോൾഡൻ ഫൈബർ ആണ് ചണനാര് അല്ലേ. അപ്പോൾ പരുത്തി എന്താണ് ഏറ്റവും കൂടുതൽ? ഒന്നാമതുള്ളത് ഗുജറാത്താണ്. അതുപോലെ തന്നെ ഗുജറാത്ത് പറയുമ്പോൾ മഹാരാഷ്ട്ര ആയിരുന്നു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇയറിലും അല്ലെങ്കിൽ ഓരോ 3/4 ക്വാർട്ടറിലും മാറി പോട്ടോ ഗുജറാത്തും മഹാരാഷ്ട്രയും. അപ്പോൾ നിലവിൽ ഗുജറാത്താണ്, ഇനി ചിലപ്പം ഒരു 3 മാസം കഴിഞ്ഞ് ഇത് മാറും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണേ. ഗുജറാത്താണ്, മഹാരാഷ്ട്രയും തൊട്ട് പിറകിലുണ്ട് എന്ന കാര്യം ആലോചിച്ച് വെക്കുക. ഇന്ത്യയുടെ കോട്ടോണോപോളിസ് എന്നത് അറിയപ്പെടുന്നത് ഏതാണ്? മുംബൈ ആണ്, മഹാരാഷ്ട്രയിലെ മുംബൈ ആണ്. എന്നാൽ തെക്കേ ഇന്ത്യയിലെ കോട്ടോണോപോളിസ് ഏതാണ്? അത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? കോട്ടനാണ്. റൈസ് അല്ലേ, നെൽവൃതിയും ഉൽപ്പാദിത ഇന്ത്യയിൽ ഒന്നാമതുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയുടെ നെൽ സംഭരണി ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഗോദാവരി ഡെൽറ്റ പ്രദേശമാണ്. ഏതാണ്? കൃഷ്ണ ഗോദാവരി ഡെൽറ്റ പ്രദേശമാണ്. കേരളത്തിലെ നെല്ലറ ഏതാണ്? കുട്ടനാടാണ്. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഉത്തർപ്രദേശാണ് മുന്നിൽ. അതുപോലെ തന്നെ കരിമ്പ് ഉൽപ്പാദനത്തിലും ഉത്തർപ്രദേശാണ് മുന്നിൽ. ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭക്ഷ്യധാന്യ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ഹരിത വിപ്ലവം. അരി, ഗോതമ്പ്, പ്രധാനമായിട്ടും ഗോതമ്പ് അല്ലേ. ഹരിത വിപ്ലവം ഗോതമ്പിൻ്റെ കൃഷിക്ക് കൂടുതൽ കുറേ പ്രൊഡക്റ്റീവ് ആയതുകൊണ്ട് ഹരിത വിപ്ലവം, ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട്. ധവള വിപ്ലവം എന്താണ്? പാലുൽപ്പന്നങ്ങളും. അതുപോലെ തന്നെ നീല വിപ്ലവം മത്സ്യങ്ങൾ, കറുപ്പ് വിപ്ലവം പെട്രോളിയം ഉൽപ്പന്നം, ഗ്രേ വിപ്ലവം രാസവളങ്ങൾ. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി മന്ത്രിസഭയുടെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ ഈ ഭേദഗതികൾ, ഓപ്ഷനിൽ തന്ന ഭേദഗതികളൊന്ന് നമ്മൾ ഓടിച്ച് നോക്കുകയാണ്. 42ാം ഭേദഗതിയുടെ പ്രത്യേകത എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതിയാണ്. ആമുഖത്തിൽ മതേതരം, സോവറിൻ സോഷ്യലിസ്റ്റ്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നീ മാറ്റങ്ങൾ വരുത്തി. ഏതൊക്കെയാണ്? മതേതരം, സോവറിൻ സോഷ്യലിസ്റ്റ്, സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നീ മാറ്റങ്ങൾ വരുത്തി. പൗരന്മാരുടെ അടിസ്ഥാന കടമകൾ, അതായത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 51A ഭാഗം 4A കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം എന്നിവ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇതൊക്കെയാണ് 42ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകത. നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രിലിംസ് പഠിച്ചവർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ പഠിക്കുന്നതാണ്. ഇനി 91ാം ഭേദഗതി, കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിസഭയിലെ അംഗസംഖ്യ യഥാക്രമം ലോക്സഭയുടെയും നിയമസഭയുടെയും മൊത്തം അംഗസംഖ്യകളുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് 91ാം ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് കൂറുമാറ്റത്തിലൂടെ മന്ത്രിസ്ഥാനങ്ങൾ ഒഴിവാക്കാനും കൂറുമാറുന്നതിനുള്ള അംഗങ്ങളുടെ കുറഞ്ഞ പരിധി 2/3 ഉയർത്താനും ഇത് കാരണമായി. അതാണ് 91ാം ഭേദഗതി. എന്നാൽ കൂറുമാറ്റ നിരോധന ഭേദഗതി ചോദിച്ചാൽ അതേതാണ്? അത് 52ാം ഭേദഗതിയാണ്.
രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നതിനും തടയുന്നതിനുമുള്ള കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് 52-ാം ഭേദഗതിയാണ്. ഭരണഘടനയിൽ പുതുതായി 10-ാം പട്ടിക ചേർത്തു. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ കാലത്താണ് കൂറുമാറ്റ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്, 52-ാം ഭേദഗതി. ഇവിടെ എന്താന്ന് പറയുന്നത്, കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് കൂറുമാറ്റത്തിലൂടെ മന്ത്രിസ്ഥാനങ്ങൾ ഒഴിവാക്കാനും മാറുന്നതിനുള്ള അംഗങ്ങളുടെ കുറഞ്ഞ പരിധി 3-ൽ 2ആയി ഉയർത്താനും ഇത് കാരണമായി എന്നതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി 73-ാം ഭേദഗതിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഔദ്യോഗിക ഭരണഘടന അംഗീകാരം നൽകി. ഭാഗം 11 ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ കൂട്ടിച്ചേർത്തു. ഭരണഘടന 11-ാം പട്ടിക ഉൾപ്പെടുത്തി. ഈ നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24 ആയതുകൊണ്ട് ഏപ്രിൽ 24 എന്ത് ദിനമായി ആചരിക്കുകയാണ്? പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു 10 ക്വസ്റ്റ്യനിൽ നോക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു മോക്ക് ടെസ്റ്റ്. നമ്മൾ ഇത്രയും വീഡിയോ നിങ്ങൾ എത്രത്തോളം ക്ഷമയായി കണ്ടിരുത്തിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി, നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഒരു മോക്ക് ടെസ്റ്റ്. ഓക്കെ, ഒരു മോക്ക് ടെസ്റ്റ്. നിങ്ങളുടെ മാർക്ക് നിങ്ങളൊന്ന് പറയുക കേട്ടോ, കമൻറ്റ് ചെയ്യുക എന്തായാലും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ചെയ്തിട്ട് പ്ലേ ചെയ്യുക. വീഡിയോ കുറച്ച് സ്പീഡിലായിരിക്കും കേട്ടോ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചു പോവുക. അപ്പോൾ നിങ്ങൾ മോക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ എഴുതിയിട്ട് പ്ലേ ചെയ്യുക, അതായിരിക്കും ബെറ്റർ. പിന്നെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, എന്തായാലും ചെയ്യണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ എ ഇടുക്കിയാണ്. ഓപ്ഷൻ എ ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ട് എർത്ത് ഡാം ഏതാണ്? എർത്ത് ഡാം ഓപ്ഷൻ എ ബാണാസുര സാഗർ ഡാമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ട്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഫോർട്ട് വില്യം ഓപ്ഷൻ ബി കൊൽക്കത്തയിലാണ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേരെന്താണ്? മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. അമൃത് ഉദ്യാൻ എന്നാണ് മുഗൾ ഗാർഡൻ്റെ പുതിയ പേര്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1ഉം 3ഉമാണ്. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 3ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര വഴി ഇരു രാജ്യങ്ങളിലെ ക്ഷേമം വർദ്ധിപ്പിക്കാം എന്ന പാട്ട സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അത് ഓപ്ഷൻ ബി ഡേവിഡ് റിക്കാർഡോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. മിച്ചമൂല്യ സിദ്ധാന്തം തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ആവിഷ്കരിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? മിച്ചമൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഓപ്ഷൻ എ കാൾ മാർക്സ് ആണ്. മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ആരാണ്? മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച കേരള മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. താഴെ പറയുന്നവയിൽ ഉൽപാദന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് ചോദിച്ചാൽ ഓപ്ഷൻ സി പണമാണ്. ഉൽപാദക ഘടകമായ മൂലധനത്തിന് പ്രതിഫലമായി ലഭിക്കുന്നത് എന്താണ്? മൂലധനത്തിൻ്റെ പ്രതിഫലമായി ലഭിക്കുന്നത് പലിശയാണ്. ഭൂമിയുടെ ഉപയോഗത്തിന് പ്രതിഫലമായി ലഭിക്കുന്നത് എന്താണ്? ഭൂമിയുടെ ഉപയോഗത്തിന് പ്രതിഫലമായി ലഭിക്കുന്നത് പാട്ടമാണ്. ഓപ്ഷൻ എ പാട്ടമാണ്. ചുവടെ നൽകിയിരിക്കുന്ന മന്ത്രിമാരിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ്? നിർമ്മല സീതാരാമനുണ്ട്, മൊറാർജി ദേശായി ഉണ്ട്, ചരൺ സിംഗ് ഉണ്ട്. ഇവരെല്ലാവരും എന്താണ്? ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42-ാം ഭേദഗതി. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബി 91-ാം ഭേദഗതിയാണ്. ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഔദ്യോഗിക ഭരണഘടനാ അംഗീകാരം നൽകിയ ഭേദഗതി ഏതാണ്? അത് 73-ാം ഭേദഗതി ഓപ്ഷൻ എ ആണ്. രാഷ്ട്രീയ പാർട്ടികൾ മാറുന്നത് തടയുന്നതിനുള്ള കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് ഓപ്ഷൻ എ 52-ാം ഭരണഘടനാ ഭേദഗതിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയുള്ള ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ 42-ാം ഭേദഗതിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? അത് ഓപ്ഷൻ ബി മൊറാർജി ദേശായി ആണ്. നിർമ്മല സീതാരാം കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡേ 2 ആണ്. നമ്മളപ്പം 20 ക്വസ്റ്റ്യൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, മാർക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്